ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ BW വേൾഡിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇപ്പം നമ്മളുള്ള എവിടെ വെച്ചിട്ടുണ്ടല്ലോ, ഇപ്പം നമ്മളുള്ളത് എവിടെ വെച്ചാൽ രണ്ടത്താണി കോട്ടക്കൽ. ആ കോട്ടക്കൽ എത്തിയിട്ടില്ല, അതിൻ്റെ ഒരു 9 കിലോമീറ്റർ ബാക്കിൽ. അപ്പോൾ നമ്മളിന്ന് XS4-ൻ്റെ നോക്ക് സെൻസർ ഉണ്ടായില്ല, നമ്മളന്ന് പറഞ്ഞു. XS4 നമ്മൾ അന്ന് പണിക്ക് കയറ്റിയിട്ട് ഇതുവരെ വണ്ടി ഇറക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്തൊക്കെ ആയി തുടങ്ങി. അപ്പോൾ നമ്മൾ നോക്ക് സെൻസർ അവസാനം നമ്മൾ ഖത്തറിന്നാണ് ഗൈസ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഖത്തറിന്നാണ് സാധനം ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മുടെ ഖത്തറിൽ നിന്ന് ഒരാൾ വരുന്നുണ്ടാന്ന്. അപ്പോൾ ആളെ വീടാണ് ഇവിടെ ലൊക്കേഷൻ. അപ്പോൾ നമ്മൾ അത് കൈ കിട്ടിയിട്ട് നമ്മൾ ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, നമുക്ക് നോക്ക് സെൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളൊക്കെ സാധനം എന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൊറേ വെയിറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ നമുക്ക് സാധനം കിട്ടേണ്ടി വന്നത്. ഇവിടെ ഒന്നും കിട്ടാനില്ല. അവസാനം നമ്മൾ ഇത് ജപ്പാന്റെ ഒറിജിനൽ സാധനം കേട്ടോ, ബോഡി മുന്നിൽ എടുത്തുകയാണ്. XS4-ന്റെ ബോഡി മുന്നിൽ നേരെ പറിച്ചിട്ട് സാധനമാണ്. ഡയറക്റ്റ് എഞ്ചിൻ, അല്ലാണ്ട് വേറൊരു തേർഡ് പാർട്ടി ഒന്നും അല്ല. ഡയറക്റ്റ് ജപ്പാന്റെ സാധനം, അത് ഫ്രഷ്. അപ്പൊ നമുക്കത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇപ്പോ ഒരു എവിടെ എടുക്കാം നമ്മളില്ലേ. ഇവിടെ ആണെങ്കിൽ നല്ല വെയില് ഏകദേശം തുടങ്ങിയിരിക്കണ്. അപ്പൊ നമ്മളെ നാഷണൽ ഹൈവേയില് നല്ല ചൂടുണ്ട്. നമ്മള് ഹങ്കേറ്റ വന്നത്. അപ്പൊ ഗായ്സ്, നമ്മള് കറക്റ്റ് വെട്ടിച്ചിറ ടോളിലെത്തിയിട്ടുണ്ട് കേട്ടോ, വെട്ടിച്ചിറ ടോളില്. അപ്പോൾ നമുക്കൊന്ന് സാധിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ പുതിയ ടോയ്ലറ്റൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ ആവശ്യമുള്ള മൂടി ഇറങ്ങിയതാണ്. അതാണ് ഇവിടുത്തെ പുതിയ ടോള്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എന്നാലും നമ്മളൊന്നുകൂടി ജസ്റ്റ് കാണിക്കാന്ന് മാത്രം. ടോയ്ലറ്റൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം ഇവിടുത്തെ. ക്ലാസ്സിലത്തെ ടോയ്ലറ്റ് കുഴപ്പമൊന്നും ചേട്ടാ അല്ലേ? കുഴപ്പമൊന്നുമില്ല, വൃത്തിവെടുപ്പൊക്കെ ഉണ്ട്. നൈസ്. അങ്ങനെ മെയിൻ്റെനൻസ് ചെയ്താൽ മതി എപ്പോഴും. കിട്ടലും ജീപ്പ് എടുക്കണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇനി നേരെ പോവാ. ഇപ്പൊ എത്രയായി? 4 ആയപ്പോ. പിന്നെ നമുക്ക് ഹങ്ക് മൈലേജ് ചെക്ക് ചെയ്ത് നോക്കിട്ടേ കാഴ്ച. മൈലേജ് ചെക്ക് ചെയ്ത് നോക്കുമ്പോ നമുക്ക് കറക്റ്റ് 46 കിട്ടി അല്ലേ? 46 കിട്ടി. 56.2 ലിറ്റർ. നമുക്ക് ഇക്കോണെങ്കിൽ ഞങ്ങള് ഒന്ന് കാറ്റ് വർക്കൊക്കെ ഇറങ്ങി, അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ഞും കിട്ടിയെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും നല്ല പക്ക മൈലേജ് ആണ് കേട്ടോ. നമുക്ക് ആദ്യം നമ്മള് അങ്ക് എഞ്ചിൻ എടുത്ത് അതിന് മുമ്പേ മൈലേജ് കിട്ടിയിരുന്നത് 40 ആ റേഞ്ചൊക്കെ ആയിരുന്നു. അങ്കിന് കമ്പനി പറഞ്ഞത് ഈ റേഞ്ച് തന്നെ. നല്ല മൈലേജ്, അത്യാവശ്യം നല്ല കിട്ടില്ല മൈലേജ് കിട്ടി. നല്ല മൈലേജ്. 1 ലിറ്റർ കൂടി എണ്ണ അടിക്കണം. നമ്മൾ ആദ്യം 1 ലിറ്റർ ഉണ്ടാവും. ഇപ്പൊ 1 ലിറ്റർ അടിച്ചിട്ടുള്ളൂ. ഇനി 1 ലിറ്റർ കൂടി അടിക്കണം. നമ്മള് മൈലേജ് ചെക്കിങ് ഇനിയിപ്പോ നമ്മള് ഡയറക്റ്റ് ചെക്ക് ചെയ്യാണ്ട് എത്ര കിട്ടി? നമ്മള് ഇന്നലെ മിഞ്ഞാന്ന് അടിച്ചു, ഇന്നലെ കുറച്ച് ഓഡിയോ ഒക്കെ കൂടിയിട്ട് ഇത്ര കിട്ടി. അപ്പൊ സ്ട്രൈറ്റ് ഓടുകയാണെങ്കിൽ ആയിരിക്കും കൂടുതൽ. ഫുൾ ലക്ഷറി കാർസ് അല്ലയോ? സ്പോട്ട് എടുക്കുന്ന പോയ വിഷൽ മുഖ്യമന്ത്രി മുമ്പരല്ലേ? നമ്മുടെ കുറ്റിപ്പുറം പണി നടന്നുകൊണ്ടിരിക്കണ മറ്റേ റെക്കോർഡ് പാലം ഓവർ. ഈ ഭാഗം ലെവലാവാറില്ല. ഈ ഭാഗം ലെവലായി കഴിഞ്ഞാൽ സംഗതി വൈബ് വേറെ ലെവലാവും. കുറ്റിപ്പുറം ഓൾഡ് പാലം, ന്യൂ പാലം അപ്പുറത്ത്. നമ്മക്ക് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനും ഓൾഡ് പാലാട്ടോ. നമുക്ക് കൊച്ചി പോകുമ്പോഴാണ് ന്യൂ പാലം ഉള്ളത് അല്ലേ? നമുക്ക് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ മറ്റേ കുറ്റിപ്പുറം സെൻട്രത്തെ എക്സിറ്റ് ഭാരത് പോയത് ഉണങ്ങി എടുക്കണ്. അപ്പൊ നമ്മളൊരു സ്ലീവ് നോക്കാൻ കയറിയാണ്. ഹെൽമെറ്റ് നോക്കാണ്ടാണ്. സ്ലീവ് അല്ലത്. അപ്പൊ ഗായ്സ്, ഫൈനലി നമ്മൾ കാത്തിരുന്ന ആ ഒരു സാധനം കിട്ടിയിരിക്കുകയാണ്, നോക്ക് സെൻസർ. അപ്പോ സംഭവം ഇത്ര ഉള്ളൂ. ഇതാണ് ആ വലിയ മുതലിന്റെ വലിയ പൈസ എക്സ്പെൻസീവിന്റെയും കൂടിയായ ആ ഒരു മുതൽ. അപ്പൊ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഓക്കെ, പ്രത്യേകിച്ച് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്കിത് അൺബോക്സ് ചെയ്യട്ടെ ഗായ്സ്. ബിസ്മില്ലാ. നോക്ക് സെൻസർ നമ്മള് ഖത്തർ നോക്ക് സെൻസറാണ്. XS4 ഒറിജിനൽ
എന്താ നമ്മുടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പേരൊക്കെ ഇതിൻ്റെ ഇപ്പം കൊടുത്താഴ്ചൻ്റെ ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ നോക്ക് സെൻസർ ഇതാ വീണ്ടും അതിൻ്റെ ഉള്ളിൽ ഒരു പാക്കറ്റും കൂടി ഉണ്ട്. എന്തായാലും നമ്മൾ നല്ല വൃത്തി പാക്ക് ചെയ്തിട്ട് അയച്ചില്ല. ഈ ഒരു സാധനമാണ്, മാഷാ അല്ലാഹ്, ഈ ഒരു സാധനമാണ് ഗായ്സ് നമ്മുടെ പ്രിയപ്പെട്ട ഒരു മെയിൻ സാധനമാണിത്, നോക്ക് സെൻസർ. നോക്ക് ഈ ഒരു സെൻസർ. ചെറിയ സാധനത്തെ നമ്മൾ ഇത്ര ഒരു മാസത്തോളം കാത്തുനിന്ന് ഇവിടെ ഒന്നും കിട്ടാനില്ലത്. പിന്നെയുള്ള ഡൽഹിയിലാണ്. ഇനി ആരുമോ ഇതിന്റെ ഇതൊന്ന്. അപ്പൊ ഫ്രണ്ട്സ് എല്ലാരും കണ്ടില്ല നമ്മൾ ഈ ഒരു ഐറ്റം. പിന്നെ മിസ്തുബിഷി മറ്റേ സാധനം എല്ലാരും കണ്ടിട്ടുണ്ടാവും. ഒറിജിനൽ ജപ്പാന്റെ എക്സസ് ഫോർമിൽ തന്നെ ഡയറക്റ്റ് എടുത്ത സാധനം. അപ്പൊ ഇനി ഇതിന്റെ ഒരു ഫീച്ചർ എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് എഞ്ചിൻ, മൊത്തത്തിൽ എഞ്ചിന്റെ എല്ലാ പരിപാടികളും കൺട്രോൾ ചെയ്യണ ഈ ഒരു മുതലാണ്. ഈ മുതലിന് വല്ല കരിച്ചൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതാണ് കരിയാണ് ചെയ്യുക. വണ്ടി ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാലൊക്കെ ഇത് കരിയുത്രേ. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ മിസ്സിങ്, വണ്ടിക്ക് നിരന്തരം മിസ്സിങ് ആവും. അപ്പോൾ ഇത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു സാധനമാണത്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇത്ര ഉള്ളൂ. അപ്പോൾ നമുക്കിനി നാളത്തെ പരിപാടി എന്താ വെച്ചാൽ XS4 പോയി കുന്നംകുളത്ത് പോയിട്ട് വർക്ക്ഷോപ്പിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ് അടുത്തൊരു വ്ളോഗിൽ. അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇനി നമുക്ക് ഇതിലും അടിപൊളിയായിട്ടുള്ള വ്ളോഗുകൾ ഇനി വരാൻ കിടക്കുന്നതൊക്കെ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം. അപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. നാളെ തന്നെ ഉണ്ടാവും. ഓക്കെ.